അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി 101 മിയത്തു ത്വാലിബിൻ, അപ്പോൾ 100, വ ത്വാലിബുൻ, അപ്പോൾ 101. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ 102 മിയത്തു ത്വാലിബിൻ വ ത്വാലിബാനി, അപ്പോൾ മിയത്തു ത്വാലിബിൻ 100, വ ത്വാലിബാനി 102. പക്ഷെ 103 മുതൽ മാറും. 103 മുതൽ എങ്ങനെ? മിയത്തുൻ 100, വ സലാസത്തു തുല്ലാബിൻ, 103 വിദ്യാർത്ഥികൾ. അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ്. 104 മിയത്തുൻ വ അർബഅത്തു തുല്ലാബിൻ, 105 മിയത്തുൻ വ ഹംസത്തു തുല്ലാബിൻ, 106 മിയത്തുൻ വ സിത്തത്തു തുല്ലാബിൻ, 107 മിയത്തുൻ വ സബഅത്തു തുല്ലാബിൻ, 108 മിയത്തുൻ വ സമാനിയത്തു തുല്ലാബിൻ, 109 മിയത്തുൻ വ തിസ്അത്തു തുല്ലാബിൻ, 110 മിയത്തുൻ വ അശറത്തു തുല്ലാബിൻ. ബാറക്കല്ലാഹു ഫീക്കും. സ്ത്രീകളെ നോക്കാം. 101 102 പുല്ലിംഗം പോലെ തന്നെ. മിയത്തു ത്വാലിബത്തിൻ വ ത്വാലിബത്തുൻ. 102 മിയത്തു ത്വാലിബത്തിൻ 100 വിദ്യാർത്ഥിനികൾ, വ ത്വാലിബത്താനി, അപ്പോൾ രണ്ടും കൂടി, അപ്പോൾ 102 വിദ്യാർത്ഥിനികൾ. 103 മുതൽ പുല്ലിംഗം പോലെ തന്നെ, പക്ഷേ എണ്ണ എന്താവും? പുല്ലിംഗാവും. സ്ത്രീലിംഗത്തിന് പുല്ലിംഗാവും. പുല്ലിംഗത്തിന് സ്ത്രീലിംഗമായിരുന്നു സലാസത്തു അർബഅത്തു, സ്ത്രീലിംഗമായിരുന്നു. ഇനി സ്ത്രീലിംഗത്തിന് ത്വാലിബാത്തിന് വിദ്യാർത്ഥിനികൾക്ക് പുല്ലിംഗാവും. സലാസു അർബഉ ഹംസു സിത്തു സബഉ സമാനി തിസ്ഉ വ അശ്റു ത്വാലിബാത്തിൻ. ബാറക്കല്ലാഹു ഫീക്കും. ഇതിനാ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി 111 നോക്ക്. മിയത്തുൻ വ അഹദ അശറ ത്വാലിബൻ, മിയത്തുൻ 100, വ അഹദ അശറ ത്വാലിബൻ, അത് 11, അപ്പോൾ 111. അതുപോലെ സ്ത്രീലിംഗം മിയത്തുൻ വ ഇഹ്ദ അശറത്ത ത്വാലിബത്തൻ, മിയത്തുൻ 100, ഇഹ്ദ അശറത്ത ത്വാലിബത്തൻ 11 വിദ്യാർത്ഥികൾ, അപ്പോൾ 111 വിദ്യാർത്ഥിനികൾ. 200 എങ്ങനെ പറയാം? മി അത്താനി, 2 നൂറുകൾ, മി അത്താനി, അപ്പോൾ 200. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എണ്ണപ്പെടുന്നത് കൂട്ടുമ്പം ആ നൂന് പോകും. മിയത്താനി എന്നുള്ള നൂന് പോകും. എന്ത്? ഇത്ര സാധനങ്ങൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്ന് പറയാൻ. ഇപ്പോൾ താഴെ നോക്കൂ. മിയത്താ ത്വാലിബിൻ, 200 വിദ്യാർത്ഥികൾ ഉണ്ടോ? നൂന് പോയി. അതേപോലെ തന്നെ സ്ത്രീലിംഗത്തിനും മിയത്താ ത്വാലിബത്തിൻ, 100 വിദ്യാർത്ഥിനികൾ. ഇനി 300 നോക്കൂ. സലാസു മിയത്തി ത്വാലിബിൻ, 300 വിദ്യാർത്ഥിനികൾ. ഇനി വിദ്യാർത്ഥിനികൾക്കോ? സലാസു മിയത്തി ത്വാലിബത്തിൻ, 300. 400 അർബഉ മിയത്തി ത്വാലിബിൻ, സ്ത്രീലിംഗാണെങ്കിൽ ത്വാലിബത്തിൻ. 500 ഹംസു മിയത്തി ത്വാലിബിൻ, ഹംസു മിയത്തി എന്ന് പറഞ്ഞാൽ 500, ത്വാലിബിൻ വിദ്യാർത്ഥികൾ, ത്വാലിബത്തിൻ വിദ്യാർത്ഥിനികൾ. സിത്തു മിയത്തി ത്വാലിബിൻ, ത്വാലിബത്തിൻ. സമാനി മിയത്തി ത്വാലിബിൻ, ത്വാലിബത്തിൻ, 800. 900 തിസ്ബു മിയത്തി ത്വാലിബിൻ, ത്വാലിബത്തിൻ. അപ്പം അങ്ങനെ പോവും. ഇനി 1000 അൽഫു ത്വാലിബിൻ. ഇനി സ്ത്രീലിംഗാണെങ്കിലും അൽഫു എന്ന് തന്നെ പറയാം. അൽഫു ത്വാലിബത്തിൻ, 1000 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ. 2000 ആണെങ്കിലോ ആനി കൂട്ട, അൽഫാനി. ഇനി അതിൻ്റെ കൂടെ എണ്ണപ്പെട്ടത് വരുമ്പോഴോ ആ നൂന് പോകും. 100 മാതിരി തന്നെ, 100ൻ്റെ പോലെ തന്നെ ആ നൂന് പോകും. അപ്പോൾ അൽഫ ത്വാലിബിൻ, അൽഫ ത്വാലിബത്തിൻ, 1000 വിദ്യാർത്ഥികൾ, 1000 വിദ്യാർത്ഥിനികൾ. വെറും 1000 എന്ന് പറയുകയാണെങ്കിലോ അൽഫാനി, അല്ല 2000 വെറും അൽഫാനി.
അതിൻ്റെ കൂടെ എണ്ണപ്പെട്ടത് വരുമ്പോൾ ആ നൂന് പോകും. അപ്പോൾ അൽഫ ത്വാലിബിൻ, അൽഫ ത്വാലിബത്തിൻ. ഇനി 3000 സലാസത്തു ആലാഫി ത്വാലിബിൻ. ഇനി സ്ത്രീലിംഗം ആണെങ്കിൽ ത്വാലിബത്തിൻ. അതേപോലെ അർബഅത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. 5000 ആണെങ്കിൽ ഹംസത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. 6000 ആണെങ്കിൽ സിത്തത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. 7000 ആണെങ്കിൽ സബഅത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. സമാനിയത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. 9000 ആണെങ്കിൽ തിസ്അത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. ഇനി 10000 ആണെങ്കിൽ അഷറത്തു ആലാഫി ത്വാലിബിൻ ത്വാലിബത്തിൻ. ബാറക്കല്ലാഹു ഫീക്കും.